പാറുവിന് സാമൂഹ്യ സേവനമൊക്കെ ഉണ്ടല്ലേ? സാമൂഹ്യ സേവനൊന്നും അല്ല, എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തതാ. നാളാ കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാ. ഞാൻ തന്നെ അവളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കണെന്ന് സെൽവിക്ക് ഒരേ വാശി. സൈക്കിളിൽ പോയാ അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് കമ്പനിയിൽ എത്തുമ്പോ കുറെ വൈകില്ലേ? പ്രിയൻ ചേട്ടന് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി തരുമോ? ചില ഓട്ടോറിക്ഷക്കാര് തോന്നിയ പൈസ ചോദിക്കും, അതുകൊണ്ടാ. ഓട്ടോറിക്ഷ അത് വേണോ പാറു? രാവിലെ ഞാൻ ഹോസ്റ്റലിലേക്ക് വരാം, സ്കൂളില് എന്റെ ബൈക്കിൽ പോ. അയ്യോ, പണി പാളിയെന്നാ തോന്നുന്നത്. പാറു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ കൂടെ ബൈക്കിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ, ഞാനൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാം. വേണ്ട, പ്രിയൻ ചേട്ടന്റെ ബൈക്കിൽ പോവാം. അങ്ങനെയാണെങ്കിലേ രാവിലെ കുറച്ച് നേരത്തെ റെഡി ആയിക്കോ, ഞാൻ ഹോസ്റ്റലിലേക്ക് വരാം. തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിലായിരിക്കും പാറു ആ കുട്ടിയെ ചേർത്തത്. മുതലക്കുഴി റോഡ് വഴി വളഞ്ഞു പോവാം. അപ്പോ കുറേ സമയം പാറുവിനൊപ്പം ബൈക്കിൽ പോവാമല്ലോ. ഇതുപോലൊരു ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. മോനെ പ്രിയ, സ്നേഹിക്കുന്ന പെണ്ണിനെ കൊണ്ട് ബൈക്കിൽ കറങ്ങാന്നുള്ളത് നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ആഗ്രഹം. നിനക്കിന്നാ ഭാഗ്യം കൈവന്നിരിക്കുക. പ്രിയ, നാളെ മുതല് ഞാനും നിന്റെ കൂടെ ബൈക്കിൽ വന്നോട്ടെ എന്ന് അവള് നിന്നോട് ചോദിക്കണം. അവക്ക് ചോദിക്കാൻ തോന്നണം. അവിടെയാണ് നിന്റെ മിടുക്ക്. ഡ്രസ് എവിടെ? പുതിയ ജീൻസും ഷർട്ടും അയൺ ചെയ്ത് വെക്കാൻ ഞാൻ ആ വഴക്കാളിയോട് പറഞ്ഞാണല്ലോ. അവൾ ഇതുവരെ തേച്ചില്ലേ? തേക്കാൻ നിന്നാ ലേറ്റ് ആവുമല്ലോ. ഇടി ദർശനെ, വഴക്കാളി ഇവിടുത്തെ എവിടെ? ദർശനെ, തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്താ മുണ്ട്? ഞാൻ നിന്നോട് പുതിയ ജീൻസ് അല്ലേ തേക്കാൻ പറഞ്ഞത്? ജീൻസ് ഇട്ടാണോ അമ്പലത്തിൽ പോകുന്നത്? അമ്പലത്തിലോ? എടാ, ഇന്ന് അച്ഛന്റെ ആണ്ടല്ലേ, അത് നീ മറന്നുപോയോ? കഴിക്കാനുള്ളത് ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടില്ല, ഇതിലാ വെച്ചിരിക്കുന്നേ. കമ്പനി പോയിട്ട് കഴിച്ചോ. ബലിയിടാകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ല. അമ്മേ, ഞാൻ അമ്പലത്തിലേക്കല്ല പോകുന്നത്, അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോയ അച്ഛന് ബലി ഇട്ടിട്ട് പോയാ മതി. പാറു അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ കുട്ടിയാണെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. ഫസ്റ്റ് ഡേ എന്നെ ലേറ്റ് ആവാനും പാടില്ല. അമ്മേ, ബലിയിടാൻ നിന്നാലേ ഞാൻ അവിടെ ചെല്ലുമ്പോ വൈകും. പരശുരാമ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഉരുള ചോറും എള്ളും നീരും അച്ഛന് വേണ്ടി. ഇനി അത് മാത്രം നിനക്ക് ചെയ്യാനുള്ളൂ, അതും വർഷത്തിൽ ഒരിക്കല്. അത് മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുടങ്ങില്ലമ്മേ, കാലത്ത് പോവാൻ കഴിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സമയം കിട്ടുമ്പോ ഞാൻ പോയി ബലിയിട്ടോളാം. എടി, നോക്കി നിൽക്കാതെ പുതിയ ജീൻസ് എടുത്ത് അയൺ ചെയ്ത്. ടൈമില്ല, എനിക്ക് കോളേജിൽ പോകാൻ റെഡി ആവണ്ടേ. ഇന്നലെ മിനിഞ്ഞാന്നിട്ട് ജീൻസ് ഒന്നും കഴിയിട്ടില്ല, അതിലേതെങ്കിലും ഇട്ടാ മതി. ഇട്ടത് വീണ്ടും എങ്ങനെയായിട്ട് എടുത്തിരുന്നത്? നീ ഒരേ ജീൻസ് തന്നെ 3-4 ദിവസം ഇടാറുണ്ടല്ലോ. ഇന്ന് എനിക്ക് ആ പുതിയ ജീൻസ് തന്നെ ഇടണം. ഈവനിങ് വരുമ്പോ നിനക്ക് ഞാൻ ഐസ്ക്രീം കൊണ്ടുവരാം. നീ ആരെ കാണാനാ മോനെ പോകുന്നേ? അത് ഗാർമെന്റ്സിൽ മെറ്റീരിയൽസ് എടുക്കാൻ. മെറ്റീരിയൽ എടുത്തു തരുന്നത് പെൺകുട്ടിയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഇവന്റെ ഒരുക്കാൻ കണ്ടിട്ട് ചോദിച്ചതാ. ഇന്നിവനെ കുറെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഏകദേശം 40 മിനിറ്റ് എടുത്തു. കിട്ടുന്നതും വാരി വരിച്ചിട്ട് കമ്പനിയിലേക്ക് പോകുന്ന ഇവന് ഇന്ന് പുതിയ ജീൻസ് തന്നെ വേണം, അതിന് മാച്ചാവുന്ന ഷർട്ട് തന്നെ വേണം. ഇതിലെന്തോ ഒരു കള്ളക്കളി ഇല്ലേ അമ്മേ? മോനെ, ഇവള് പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്ത് സത്യം? ഏതെങ്കിലും പെൺകുട്ടിയെ കാണാനാണോ നീ പോകുന്നേ? ഇവള് വെറുതെ അനുഭവം പറഞ്ഞതാ അമ്മേ. ഇവള് നന്നായി അണിഞ്ഞൊരുങ്ങി പോകുന്നത് കണ്ട അമ്മ മനസ്സിലാക്കിക്കോ, ഏതോ പയ്യനെ കാണാനാണ് പോകുന്നതെന്ന്.
അന്ന് ഇവളുടെ ബുക്കിൽ നിന്ന് ഗ്രീറ്റിംഗ് കാർഡ് പിടിച്ചത് അമ്മ മറന്നിട്ടില്ലല്ലോ. ഇവള് പ്രേമിച്ചോട്ടെ, കൊള്ളാവുന്ന പയ്യനാണോ എന്ന് ഞാൻ അന്വേഷിക്കും. കൊള്ളാവുന്നവനാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. പക്ഷെ നീ തുളസിയെ അല്ലാതെ വേറെ ആരെയും നോക്കാൻ പാടില്ല. ഇത് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. പാറുമായിരിക്കും. ഞാനിവിടെ നിന്ന് ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അമ്മയെ ഫോൺ എടുക്ക. മിക്കവാറും ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും. ഇവനിവിടെ നിന്ന് ഇറങ്ങിയോന്നറിയാൻ വിളിക്കുന്നതായിരിക്കും. പോയി ഫോൺ എടുക്കമ്മേ. അയ്യോ അമ്മേ 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 നിക്കമേ. അല്ല അത് പെൺകുട്ടിയൊന്നുമല്ല, മോഹനായിരിക്കും. പോയി എടുക്കമ്മേ. വിടറാ. എല്ലാം തീർന്നു. ഈ പഴക്കാളി എല്ലാം കുളമാക്കിയല്ലോ. ഹലോ, ആ തുളസി മോളാണോ? മോളെന്താ കാലത്ത് തന്നെ? ചേച്ചി, അമ്മയുടെ ഭാവി മരുമോള്. നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ട് വിളിക്കുന്നതായിരിക്കും. ഫോൺ വാങ്ങി സംസാരിക്കേട്ടാ. ആഹാ, ഇന്നാ. നീ പാടി. ഡാ, എടാ മോനെ, ടിഫിൻ കൊണ്ടുപോകാൻ മറക്കല്ലേ. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എടാ, അച്ഛന് ബലിയിടാൻ മറക്കല്ലേ. സമയം കിട്ടുമ്പോ ചെയ്തോളാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവനോടൊന്ന് സംസാരിക്കാനാ തുളസി മോൾ വിളിച്ചത്. ജോലിക്ക് പോകുന്ന സമയത്ത് ഫോൺ വിളിച്ച ആരെങ്കിലും എടുക്കും അമ്മേ. തുളസി ചേച്ചി അതൊന്നും ആലോചിക്കില്ല.